എപ്പിസോഡുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും തക്കവണ്ണം സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചു എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ 2016 വർഷം അതിൻ്റെ 7ാമത്തെ മാസത്തിലേക്ക് ദൈവം പിന്നെയും നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹത്താൽ, അതിരുകളില്ലാത്ത കരുണയാൽ നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. സർവശക്തിയുള്ള ദൈവം വാഴ്ത്തപ്പെട്ട ദൈവമാണ്, കൃപാലുവായ ദൈവമാണ്, കരുണ നിറഞ്ഞ ദൈവമാണ്. ഇന്ന് ഈ പകൽക്കാലം, ഇന്ന് ഈ എപ്പിസോഡിൽ കൂടെ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ഗോസ്പൽ ടിവിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് ലോകമെമ്പാടും ദൈവത്തിൻ്റെ വചനം എത്തിച്ചേരുവാൻ ദൈവം ഇടപെടുകയും ദൈവ സാന്നിധ്യം നിങ്ങൾക്കും അത് പ്രയോജനകരമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ സോൾ വിന്നിംഗ് ചർച്ച് ഓഫ് ഇന്ത്യ കുറ്റിച്ചൽ സഭയിൽ ശുശ്രൂഷകനായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്കും ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ സ്നേഹപിതാവേ, ഉന്നതത്തിൽ അധിവസിക്കുന്ന പിതാവേ, ഉയരങ്ങളിൽ പാർക്കുന്ന പിതാവേ, ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന പിതാവേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പിതാവേ, അഗ്നി ജ്വാലയിൽ നടക്കുന്ന പിതാവേ, വാനമേഘത്തിൽ വീണ്ടും വരുന്ന പിതാവേ, കാഹള ധ്വനി മുഴക്കുന്ന പിതാവേ, ഇവിടെ കയറി വരുവീൻ എന്നൊരു മഹാശബ്ദം പുറപ്പെടുവിക്കുന്ന പിതാവേ, ആടുകളെയും കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് അങ്ങയുടെ വലത്ത് ഭാഗത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിച്ച് അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള തിരുവാഗ്ദത്വവുമായി വരുന്ന കർത്താവെ, ഇന്ന് ഈ പകൽക്കാലം, ഇന്ന് കർത്താവ് ഈ എപ്പിസോഡിൽ കൂടെ പരിശുദ്ധാത്മാവായ ദൈവം കേൾവിക്കാരായി ആശുപത്രികളിൽ, വഴിയമ്പലങ്ങളിൽ, ഭവനങ്ങളിൽ, കർത്താവ് മെഡിക്കൽ കോളേജുകളിൽ, കർത്താവ് RCC സെൻറ്ററിൽ, കർത്താവ് അങ്ങനെ പ്രൈവറ്റ് ആശുപത്രികളിൽ കഴിയുന്ന എല്ലാ രോഗികൾക്കായിട്ടും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിൽ നിന്നും കർത്താവ് വിടുവിക്കുവാൻ അങ്ങ് മതിയായ ദൈവമാകയാൽ ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ദൈവവചനം കർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്ന, കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ദൈവശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ പകൽക്കാലം സ്വാതന്ത്ര്യം വരുത്തി അവരെ കർത്താവെ ഹല്ലേലൂയ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. മാനസിക രോഗാശുപത്രികളിൽ കഴിയുന്നവരെ അവിടുന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം. കുഷ്ഠരോഗാശുപത്രിയിൽ കഴിയുന്നവരെ വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ, ഇന്ന് ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവായ ദൈവം എല്ലാ ദൈവമക്കളിലും, കുടുംബ സമാധാനം തകർന്നു കിടക്കുന്ന എല്ലാ വ്യക്തികളിലും കർത്താവെ സമാധാനത്തെ കൊടുക്കണം. കടക്കണികളിൽ വീണ് കിടക്കുന്നവരെ അവിടുന്ന് മോചിപ്പിക്കണം. ഭവനമില്ലാത്തവർക്ക് ഭവനങ്ങളെ കൊടുക്കണം. വസ്തുവില്ലാത്തവർക്ക് വസ്തുക്കളെ കൊടുക്കണം. കർത്താവെ, അങ്ങനെ ശുശ്രൂഷ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവഭക്തന്മാരെയും ദൈവകരങ്ങളിൽ തരുന്നു. ഓരോരുത്തരെയും ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കൂടെയിരിക്കും, മഹത്വമെടുക്കും, വരവിനാട്ടൊരുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കേൾക്കണം സ്വർഗസ്ഥ സ്നേഹപിതാവേ, ആമേൻ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവഴുത്തിലേക്ക് നമുക്ക് കടക്കാം. നാം രക്ഷിക്കപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നാം നശിച്ചു പോകുവാനായിട്ടല്ല, ശിക്ഷാവിധിയിൽ അകപ്പെടുവാനായിട്ടല്ല നാം ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലും, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലുമായിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഏറ്റവും വലിയ ആപത്തുകളെ, അനർത്ഥങ്ങളെ മാറ്റുവാൻ കർത്താവിന് കഴിയും. നാം രക്ഷ പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 11:14 പറയുന്നു, മുഴുവൻ രക്ഷിക്കപ്പെട്ടു എന്ന്. ഒരു ജനം മുഴുവനും രക്ഷിക്കപ്പെടുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സങ്കീർത്തനങ്ങൾ 6:4 പറയുന്നു, കാരുണ്യ നിമിത്തം രക്ഷിക്കണമേ എന്ന്.
ദൈവത്തിൻ്റെ കാരുണ്യ നിമിത്തം നാം രക്ഷിക്കണമെങ്കിൽ, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ, നമ്മെ രക്ഷിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലണം. നാം ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു എങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കും. യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കും. കരുണാനിധിയായ പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ രക്ഷിക്കും. നിങ്ങളുടെ ഭാരങ്ങളെയും നിങ്ങളുടെ നിരാശകളെയും നിങ്ങളുടെ കണ്ണുനീരുകളെയും നിങ്ങളുടെ കഷ്ടതകളെയും നിങ്ങൾ കർത്താവിങ്കിൽ സമർപ്പിക്കുന്നു എങ്കിൽ നിങ്ങളെ കർത്താവ് രക്ഷിപ്പാൻ മതിയാകും. നിങ്ങളുടെ ഭാരം നിങ്ങൾ മാത്രം ചുമന്നാൽ നിങ്ങളുടെ ഭാരത്തിന് ഒരു പരിഹാരവും വരികയില്ല. നിങ്ങളുടെ പാപം നിങ്ങൾ ചുമന്നാൽ നിങ്ങളുടെ പാപം നീക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. പ്രിയ ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളെ രക്ഷിക്കുവാനായിട്ടാണ്, നിങ്ങളെ ശിക്ഷിക്കുവാനായിട്ടല്ല. നിങ്ങൾ രക്ഷിക്കുവാൻ വിളിക്കുമ്പോൾ നിങ്ങൾ രക്ഷ എന്ത് എന്നറിഞ്ഞ് ആ കർത്താവിലേക്ക് തിരിയുന്നു എങ്കിൽ നിങ്ങളെ രക്ഷിപ്പാനും നിങ്ങളെ വിടിവിപ്പാനും കർത്താവായ ക്രിസ്തുവിന് കഴിയും. പ്രിയ ദൈവപൈതലേ, താങ്കൾ എവിടെയായിരുന്നാലും താങ്കളുടെ ആ അരികത്ത് വരുവാൻ, താങ്കളുടെ അരികിൽ വന്ന് താങ്കളെ അണച്ചുകൊള്ളുവാൻ, താങ്കളെ തലോടുവാൻ, താങ്കളെ വിടിവിക്കുവാൻ, താങ്കളെ കരുതുവാൻ കർത്താവായ ക്രിസ്തുവിന് കഴിയും. ഇന്ന് ഈ പകൽക്കാലം താങ്കൾ മനസ്സ് വയ്ക്കുന്നു എങ്കിൽ താങ്കളെ രക്ഷിപ്പാൻ അരികത്ത് വന്ന് നിൽക്കുന്ന കർത്താവായ ക്രിസ്തു താങ്കളെ രക്ഷിപ്പാൻ മതിയായിരിക്കുന്നു. സങ്കീർത്തനം 7:1 പറയുന്നു, എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ എന്ന്. അങ്ങനെയാണെങ്കിൽ താങ്കളെ രക്ഷിച്ച് വിടുവിക്കുവാൻ കർത്താവായ ക്രിസ്തുവിന് കഴിയും. ദൈവമായ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയാകുന്നു എങ്കിൽ താങ്കളുടെ രക്ഷ കർത്താവിൽ സമർപ്പിക്കുവാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം താങ്കൾക്ക് രക്ഷ കർത്താവിൽ അതേ പ്രഖ്യാപിക്കുവാൻ കഴിയുമോ? താങ്കൾ എത്ര വലിയ ഉന്നതനായാലും, താങ്കൾ എത്ര ഉന്നത പദവിയിൽ ഇരിക്കുന്ന ആളായാലും താങ്കളെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. താങ്കൾ അബദ്ധം കാണിക്കേണ്ട ആവശ്യമില്ല. താങ്കൾ ആപത്തിൽ വീഴേണ്ട കാര്യമില്ല. താങ്കളെ സഹായിക്കുവാൻ ഒരു വലിയ കരം, ആത്മീകമായ ഒരു കരം ഇന്ന് ഈ എപ്പിസോഡിൽ താങ്കളെ രക്ഷിക്കും. താങ്കൾക്ക് രക്ഷ തരുവാൻ കർത്താവ് മതിയായിരിക്കുന്നു. താങ്കൾ അഗാധമായ കടത്തിൻ്റെ കുഴിയിൽ വീണുകിടക്കുകയാണോ? താങ്കളുടെ അഗാധമായ കുഴിയിൽ നിന്ന് താങ്കളെ വിടുവിക്കുവാൻ കർത്താവായ ക്രിസ്തുവിന് കഴിയും. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം താങ്കൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തു നിന്നും താങ്കളെ ഉയർത്തുവാൻ ഇന്ന് ഈ എപ്പിസോഡിൽ താങ്കൾക്ക് വേണ്ടി കരുതുന്ന കരുണാനിധിയായ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. താങ്കൾ എത്ര വലിയ ആപത്തിലാകപ്പെട്ടു എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് വിടുവിക്കുവാൻ, താങ്കളെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. സങ്കീർത്തനങ്ങൾ 3:7 പറയുന്നു, രക്ഷയില്ല എന്നെക്കുറിച്ച് പലരും പറയുന്നു എന്ന്. എന്നാൽ താങ്കളെക്കുറിച്ച് രക്ഷയില്ലെന്ന് പലരും പറയുമ്പോൾ താങ്കളെക്കുറിച്ച് രക്ഷിക്കാമെന്ന് യേശു ക്രിസ്തു പറയുന്നു. താങ്കളെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് താങ്കൾ പറയുമ്പോൾ താങ്കളെ സഹായിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. താങ്കളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നു എങ്കിൽ ഈ എപ്പിസോഡിൽ കൂടെ താങ്കളെ വിടുവിക്കുവാൻ ബൈബിൾ, കർത്താവായ യേശു ക്രിസ്തു ബൈബിളിൽ കൂടെ താങ്കളുടെ അരികിലേക്ക് കടന്നു വരുന്നു. ഇന്ന് താങ്കൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് നിവർത്തിച്ചു തരുവാൻ കർത്താവിന് കഴിയും. താങ്കളുടെ ഭയം നീക്കി താങ്കളെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. 3:8 പറയുന്നു, രക്ഷിക്കണമേ, രക്ഷ കർത്താവിനുള്ളതാകുന്നു എന്ന്. ഇന്ന് ഈ പകൽക്കാലം താങ്കളെ രക്ഷിക്കുവാനായിട്ട് മറ്റാർക്കും കഴിയുകയില്ല. താങ്കളെ രക്ഷിക്കുവാൻ താങ്കളുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ, താങ്കളെ രക്ഷിക്കുവാൻ താങ്കളുടെ ഡോക്ടർക്ക് കഴിയുന്നില്ല എങ്കിൽ, താങ്കളെ രക്ഷിക്കുവാൻ താങ്കളുടെ ഉദ്യോഗസ്ഥന് കഴിയുന്നില്ല എങ്കിൽ, താങ്കളെ രക്ഷിക്കുവാൻ താങ്കളുടേതായ സഹായത്തിന് വരുന്ന സ്നേഹിതന്മാർക്ക് കഴിയുന്നില്ല എങ്കിൽ, താങ്കളെ രക്ഷിക്കുവാൻ താങ്കളുടെ കുടുംബത്തിന് കഴിയുന്നില്ല എങ്കിൽ, താങ്കളെ രക്ഷിക്കുവാൻ താങ്കളുടെ മക്കൾക്ക് കഴിയുന്നില്ല എങ്കിൽ, പ്രിയ സ്നേഹിത, പ്രിയ പിതാവേ, പ്രിയ അപ്പച്ച, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞെ, ഇന്ന് പകൽക്കാലം താങ്കളെ രക്ഷിക്കുവാൻ രക്ഷയുടെ കരവുമായി ഇതാ താങ്കളുടെ അരികിലേക്ക് വരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. 2016 വർഷങ്ങൾക്കപ്പുറം അതേ കാൽവരി മലയിൽ താങ്കളെ രക്ഷിക്കുവാനായിട്ട്, താങ്കളുടെ രക്ഷ തരുവാനായിട്ട്, താങ്കളുടെ കരം പിടിച്ച് താങ്കളെ സഹായിക്കുവാനായിട്ട് കടന്നു വന്ന ആ കാൽവരി മലയിൽ താങ്കൾക്കും എനിക്കും വേണ്ടി ആ ആണികളിന്മേൽ തറയ്ക്കപ്പെട്ട് ആ രക്തം കൊണ്ട് താങ്കളെ രക്ഷിച്ചിരിക്കുന്നു, താങ്കളെ സഹായിച്ചിരിക്കുന്നു. പ്രിയ സ്നേഹിത, ഈ എപ്പിസോഡിൽ താങ്കളുടെ രക്ഷ കർത്താവിങ്കലാണ്. താങ്കൾക്ക് മനസ്സുണ്ടോ ഈ രക്ഷയെ കരസ്ഥമാക്കുവാൻ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതേ 59 അധ്യായം 1 വാക്യം പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല. അതേ ഹാലലൂയ. സഹായിപ്പാൻ കഴിയാതെ വണ്ണവും കർത്താവിൻ്റെ കരം അതേ
കുറുകിപ്പോയിട്ടില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നീ പകൽക്കാലം രക്ഷിക്കുവാൻ താങ്കളുടെ കരം കർത്താവിലേക്ക് കൊടുക്കൂ. താങ്കളെ സഹായിക്കുന്നതിന് പ്രിയ സ്നേഹിത, പ്രിയ മാതാവേ, പ്രിയ അപ്പച്ച, അതേ സാറേ, പ്രിയപ്പെട്ടതായ മാതാവേ, താങ്കളെ സഹായിക്കുന്നതിന് കർത്താവ് മതിയായിരിക്കുകയാണ്. പ്രിയ സ്നേഹിത, പ്രിയ പുരോഹിത, പ്രിയ പാസ്റ്ററെ, പ്രിയ മാതാവേ, ഇന്ന് പകൽക്കാലം താങ്കളുടെ ശുശ്രൂഷയ്ക്ക് പ്രിയപ്പെട്ടതായ പാസ്റ്റർക്കും പ്രിയ പ്രസംഗിയാർക്കും പ്രിയ അച്ഛന്മാർക്കും അതെ സ്നേഹിത, താങ്കളെ രക്ഷിക്കുവാനോ എനിക്ക് ഒരു രക്ഷയുമില്ല, എൻ്റെ ശുശ്രൂഷ ഒരു ബലമില്ല എന്ന് പറയുന്നു എങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ മതിയായിരിക്കുന്നു. പുരോഹിതന്മാർക്കും പാസ്റ്റർമാർക്കും പ്രിയപ്പെട്ടതായ കർത്താവിൻ്റെ വേലക്കാർക്കും കർത്താവ് തുണയായിരിക്കുന്നു. ഇന്ന് താങ്കൾ കർത്താവിനോട് ഒന്ന് ശക്തമായിട്ട് കർത്താവിനോട് അപേക്ഷിച്ചാൽ താങ്കളുടെ ഏത് പ്രശ്നത്തിൽ നിന്നും വിടുവിക്കുവാൻ കർത്താവിന് കഴിയും. കർത്താവ് അത്രമേൽ നമ്മെ സ്നേഹിക്കുന്നു, അത്രമേൽ നമ്മെ സഹായിക്കുന്നു. അത് താങ്കൾ ഒന്നുകൂടെ ബലം പ്രാപിക്കുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം താങ്കളുടെ അരികത്ത് നിൽക്കുന്ന നമ്മുടേതായ രക്ഷിതാവ്, നമ്മുടേതായ പിതാവ്, നമ്മുടേതായ സഹായകൻ നമ്മുടെ അരികിലുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ നമ്മെ സഹായിപ്പാൻ മതിയായിരിക്കുന്നു എന്ന് നാം ഇന്ന് ഈ എപ്പിസോഡിൽ അറിയണം. നമ്മുടെ ശുശ്രൂഷയെ താങ്കളുടെ ശുശ്രൂഷയെ തടയുന്ന അന്ധകാരമാണോ? ആ അന്ധകാരത്തെ തകർക്കുവാൻ കർത്താവിന് കഴിയും. നമുക്ക് ബലമില്ലയോ? കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുവാൻ നമ്മുടെ ബലത്തെ തരുവാൻ കർത്താവിന് കഴിയും. നമ്മെയും രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. ഇന്ന് വിശ്വസിക്കുന്നുവോ? താങ്കളെ സഹായിക്കുന്ന കർത്താവിൻ്റെ കരം താങ്കളുടെ അരികത്ത് വന്നിട്ടുണ്ട്. 59:17 പറയുന്നു, യെശയ്യാവ് 59:17 പറയുന്നു, രക്ഷ വരുത്തി തരുവാൻ കർത്താവിന് കഴിയും എന്ന്, രക്ഷ വരുത്തി തന്നിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ഇന്ന് ഈ എപ്പിസോഡിൽ താങ്കളെ സഹായിക്കുന്ന, താങ്കളെ കണ്ണുനീരിൽ നിന്നും വിടുവിക്കുന്ന രക്ഷിക്കുന്ന കരം ഇന്ന് പകലിലും താങ്കളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. താങ്കൾക്ക് മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാലം താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ പ്രിയ കർത്താവ് വന്നിട്ടുണ്ട്, പ്രിയ പിതാവ് വന്നിട്ടുണ്ട്. അവിടുന്ന് താങ്കളെ സഹായിക്കുന്ന, താങ്കളെ രക്ഷിക്കുന്ന, ഈ വലിയ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയുമെന്ന് താങ്കൾ പറയുന്നു എങ്കിലും ഇന്ന് പകൽക്കാലം താങ്കളുടെ വലിയ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും. എലിപ്പനിയാണോ? ഡെങ്കിപ്പനിയാണോ? ജപ്പാൻ ജ്വരമാണോ? വൈറൽ പനിയാണോ? വൈറസ് പനിയാണോ? പക്ഷിപ്പനിയാണോ? ന്യൂമോണിയയാണോ? കോളറയാണോ? മഞ്ഞപ്പിത്തമാണോ? മലേറിയയാണോ താങ്കളുടെ പ്രശ്നം? ഇതിൽ നിന്ന് വിടുവിക്കുവാൻ മരുന്നുമായി ഡോക്ടറായിട്ട് താങ്കളുടെ അരികിൽ വന്ന് താങ്കളെ രക്ഷിക്കുന്ന ആത്മീകമായ കരം, ആത്മീകമായ വിടുതൽ ഇന്ന് പകൽക്കാലം താങ്കൾ അനുഭവിച്ച് താങ്കളെ രക്ഷിക്കുവാൻ കർത്താവ് മതിയായിരിക്കുന്നു. ഈ എപ്പിസോഡ് കാണുന്ന താങ്കളെ കരം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവ് താങ്കളെ രക്ഷിക്കുന്നതിന് മതിയായിരിക്കുകയാണ്. ഈ എപ്പിസോഡ് കണ്ടിട്ട് താങ്കൾക്ക് വന്ന മാറ്റം ഇന്ന് താങ്കളുടെ ശിരസ് മുതൽ പാദം വരെ കർത്താവ് താങ്കളെ കഴുകുവാൻ മതിയായിരിക്കുന്നു. കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് താങ്കളെ വിടുവിക്കുവാൻ കർത്താവ് മതിയായിരിക്കുന്നു. താങ്കൾക്കും എനിക്കും വേണ്ടി പ്രിയ സ്നേഹിത, സഹോദരി, പ്രിയ അപ്പച്ച, പ്രിയ മാതാവേ, പ്രിയപ്പെട്ടതായ കുഞ്ഞെ, ഇന്ന് പകൽക്കാലം താങ്കളുടെ പ്രശ്നം എത്ര വലുതായാലും അതിൽ നിന്ന് രക്ഷിക്കുവാൻ, അതിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവ് മതിയായിരിക്കുന്നു. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുവോ? താങ്കൾ കർത്താവിൻ്റെ മഹത്വം കാണും. കർത്താവിനെ ഇന്ന് രുചിച്ചറിയുവാൻ താങ്കൾ മനസ്സ് വയ്ക്കുന്നുണ്ടോ? താങ്കൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥലത്തായിരുന്നാലും, ഏത് രാജ്യത്തിലായിരുന്നാലും, ഏത് ഭവനത്തിലായിരുന്നാലും, ഏത് ഹോസ്പിറ്റലിലായിരുന്നാലും താങ്കളെ വിടുവിക്കുന്ന കരം താങ്കളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. താങ്കളുടെ അരികത്ത് വന്ന് താങ്കളെ സഹായിക്കുന്ന കർത്താവിൻ്റെ സ്നേഹമുള്ള കരം, താങ്കളെ രക്ഷിക്കുന്ന സ്നേഹമുള്ള കരം, വിടുവിക്കുന്ന സ്നേഹമുള്ള കരം താങ്കളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് താങ്കൾക്ക് മനസ്സുണ്ടോ? താങ്കളെ സഹായിക്കുന്ന കരവുമായി പ്രിയൻ അരികിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹാലലൂയ. ഉടമന ശന്തന കടകര ജിബൽ കടകനവരെ വീരാവരവര. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് താങ്കളോട് സംസാരിക്കുന്നു. താങ്കളൊരു വലിയ ആപത്തിൽപ്പെട്ടിരിക്കുന്നുവോ? താങ്കളുടെ കൂട്ടുകാർ താങ്കളെ ചതിച്ചിരിക്കുന്നുവോ?
താങ്കളെ രക്ഷിക്കുവാൻ കർത്താവ് അരികത്തുണ്ട്. ഇന്ന് താങ്കൾ അതെ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി. താങ്കളുടെ മദ്യപാനത്തിൽ നിന്ന് താങ്കൾക്കൊരു മോചനമില്ലയോ? അതേ കർത്താവിനോട് വിളിച്ചു പറഞ്ഞാൽ മതി, എൻ്റെ പ്രിയനെ, എന്നെ ഇതിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. താങ്കളുടെ പുകവലിയിൽ നിന്ന് താങ്കളെ വിടുവിക്കുവാൻ കഴിയുന്നില്ലയോ? താങ്കൾ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചാൽ മതി. താങ്കളെ രക്ഷിക്കുന്ന കരം ഈ പകൽക്കാലം കർത്താവിൻ്റെ അരികത്തുണ്ട്. കർത്താവ് താങ്കളെ വിടുവിക്കുവാൻ അതേ അരികിൽ വരുമ്പോൾ കർത്താവ് താങ്കളെ അതെ പൂർണ്ണമായും വിടുവിക്കും, പൂർണ്ണമായും രക്ഷിക്കും, പൂർണ്ണമായും സഹായിക്കും. ആ സഹായിക്കുന്ന കരമാണ് ഈ പകൽക്കാലം കർത്താവ് താങ്കളിലേക്ക് നീട്ടുന്നത്. താങ്കൾക്ക് മനസ്സുണ്ടോ? ശുദ്ധമാകുവാൻ മനസ്സുണ്ടോ? താങ്കളെ ശുദ്ധീകരിക്കുവാൻ, താങ്കളെ വിടുവിക്കുവാൻ, താങ്കളെ വിശുദ്ധീകരിക്കുവാൻ എൻ്റെ പ്രിയനായ കർത്താവ് താങ്കളുടെ അരികിൽ വന്നിട്ടുണ്ട്. ഈ എപ്പിസോഡ് കാണുന്ന താങ്കളുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തുന്ന മാറ്റം താങ്കൾ ഞങ്ങളെ വിളിച്ച് അറിയിക്കുക. താങ്കൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ മതിയായിരിക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിലെ വരുന്ന മാറ്റങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം താങ്കളുടെ അഭിപ്രായങ്ങൾ പ്രിയ സ്നേഹിത താങ്കൾക്കുണ്ടായ മാറ്റങ്ങൾ വിളിച്ചറിയിച്ചല്ലോ, അതിന് നന്ദി പറയുകയാണ്. താങ്കൾ ഇനിയും വിളിച്ച് പറഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ട് പ്രാർത്ഥിക്കുവാൻ അതെ എനിക്ക് കഴിയും. കർത്താവ് എന്നെ സഹായിക്കും. താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയും കർത്താവ് വലിയ കാര്യം ചെയ്തു തരും. താങ്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ താങ്കളുടെ അരികിൽ വരുവാൻ കർത്താവ് മതിയായിരിക്കുന്ന ദൈവമാണ്. ഈ എപ്പിസോഡ് കണ്ടിട്ട് താങ്കളുടെ ജീവിതത്തിൽ മാറാത്ത വ്യാധിയിലാണ് താങ്കൾ ഇരിക്കുന്നതെങ്കിൽ ഈ പകൽക്കാലം ഈ എപ്പിസോഡ് കാണുന്ന ഈ സമയം മുതൽ താങ്കളെ വിടുവിക്കുന്ന പൊന്നോമനക്കരം അത് താങ്കളുടെ അരികിൽ വരികയാണ്. മറ്റാരും താങ്കൾക്ക് നീട്ടുവാൻ ഇല്ലാതിരിക്കുമ്പോൾ താങ്കൾക്ക് അത് സഹായിക്കുന്ന കരവുമായി എൻ്റെ പ്രിയനായ കർത്താവ് അവിടെ നിന്ന് കടന്നു വരുന്നു. താങ്കൾക്ക് മനസ്സുണ്ടോ? ഈ എപ്പിസോഡ് കണ്ട് താങ്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഈ എപ്പിസോഡ് കാണുമ്പോൾ താങ്കളുടെ കോപത്തിൻ്റെ ആത്മാവ് താങ്കളെ വിട്ടു പോകട്ടെ. താങ്കൾ മറ്റുള്ളവരോട് കോപത്തിലും ദേഷ്യത്തിലും അഹങ്കാരത്തിലും പറയുന്ന ആ വാക്ക് താങ്കളെ വിട്ട് കടന്നു പോകട്ടെ. താങ്കളെ സമാധാനപ്രിയനായ കർത്താവ് താങ്കളെ സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 7:1 രക്ഷിച്ചു വിടുവിക്കണമേ എന്ന് വീണ്ടും ദാവീദ് രാജാവ് ദൈവത്തോട് അപേക്ഷിക്കുന്നു. ദാവീദ് രാജാവ് ഇത്രയും വലിയ രാജാവായിരുന്നിട്ടും മറ്റാരിലും ആശ്രയം വയ്ക്കാതെ യഹോവയാം ദൈവത്തിൽ ആശ്രയം വെച്ചതായി ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദ് രാജാവിനോളം എത്തുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. അത്ര വലിയ വിശ്വാസവും അത്ര വലിയ സ്നേഹവുമുള്ള ദാവീദ് രാജാവിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവുമായി ഒരുമിച്ചിരിക്കുന്നു. ആ ഒരേ ഹൃദയമാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആകൊണ്ട് താങ്കൾക്ക് ദാവീദ് രാജാവിനോടുള്ള ആ സ്നേഹം, ദൈവത്തോടുള്ള ദാവീദ് രാജാവ് ദൈവത്തെ സ്നേഹിച്ചതുപോലെ താങ്കൾക്കും സ്നേഹിക്കുവാൻ കഴിയുമോ? താങ്കൾ ഇന്ന് പകൽക്കാലം ദാവീദ് രാജാവ് ഒരു ദുഷ്ടനായിട്ടല്ല രാജ്യം ഭരിച്ചത്. അദ്ദേഹം ദൈവത്തെ അഭയം ചൊല്ലി, അദ്ദേഹം ദൈവത്തിൽ ആശ വച്ച് ദൈവം അവിടെ നിന്ന് ദാവീദ് രാജാവിൻ്റെ രാജ്യത്വം സ്ഥിരമാക്കി കൊടുക്കുവാൻ ഇടയായി. പ്രിയ സ്നേഹിത, താങ്കൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാതിരിക്കുന്നു എങ്കിൽ താങ്കൾക്ക് ഇന്ന് കർത്താവ് ആ സ്നേഹം പകർന്നു തരാൻ പോകുകയാണ്. സ്നേഹം തന്ന് താങ്കളെ രക്ഷിക്കാൻ പോകുകയാണ്. ആത്മഹത്യ വേണ്ട പ്രിയ സ്നേഹിത, സഹോദരി, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയാപ്പച്ച, താങ്കൾ ആത്മഹത്യ ചെയ്യേണ്ട. ബാല്യക്കാര, താങ്കൾ ആത്മഹത്യ ചെയ്യേണ്ട. താങ്കളെ രക്ഷിക്കുവാൻ കർത്താവ് താങ്കളുടെ വീട്ടിൽ താങ്കളായിരിക്കുന്ന സ്ഥാനത്ത് കടന്നു വന്നിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ താങ്കളുടെ ആ ആത്മഹത്യ പ്രേരണ വിട്ടുപോകുന്നതായി ഞാൻ കാണുന്നുണ്ട്. താങ്കൾക്ക് അനുഭവിക്കുവാൻ കഴിയും. താങ്കൾ ഇന്ന് ഈ എപ്പിസോഡ് കണ്ടിട്ട് താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഉപകാരം താങ്കൾ മറക്കരുത്. എന്നെക്കൊണ്ട് താങ്കളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിലുള്ള ഒരു വലിയ വലിയ ആളുകളെ കൊണ്ടും താങ്കളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ രക്ഷിതാവായ, നമ്മെ സഹായിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷിപ്പാൻ, നമ്മെ സഹായിക്കുവാൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്, പിതാവായ ദൈവത്തിന് താങ്കളെ രക്ഷിക്കുവാൻ കഴിയും.
ലോകത്തിലുള്ള ബന്ധുക്കൾ മറന്നാലും, അമ്മ മറന്നാലും, ഒരു പെറ്റ അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും, സ്വന്തം പപ്പ നമ്മെ മറന്നാലും, നമ്മുടെ കൂട്ടുകാർ മറന്നാലും, നമ്മുടെ ഭാര്യ നമ്മെ മറന്നാലും, നമ്മുടെ മക്കൾ നമ്മെ മറന്നാലും, മറക്കാത്ത സ്നേഹം തന്ന്, മാറാത്ത സ്നേഹം തന്ന് നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മുടെ അരികത്തുണ്ട്. എല്ലാവരും നമ്മെ ഉപേക്ഷിക്കട്ടെ, എല്ലാവരും നമ്മെ തള്ളിക്കളയട്ടെ, തള്ളിക്കളയാത്ത സ്നേഹം, തള്ളിക്കളയാത്ത രക്ഷ കർത്താവ് നമുക്ക് തരും. നമുക്കിന്ന് വിശ്വാസമുണ്ടോ? ആ പ്രത്യാശ നമ്മളിലുണ്ടോ? ആപത്തിലാണോ നാം അകപ്പെട്ടു പോകുമെന്ന് കരുതുന്നത്? ഇല്ല. താങ്കളെ ആപത്തിൽ വിടാത്ത, അപകടത്തിൽ വിടാത്ത ഒരു രക്ഷിതാവ് ഇന്ന് നമുക്കുണ്ട്. ദൈവത്തിൻ്റെ വചനത്താൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ പോരായ്മകളെയും, എല്ലാ പാപങ്ങളെയും, എല്ലാ അതിക്രമങ്ങളെയും കർത്താവ് നീക്കിത്തരുവാൻ മതിയായിരിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേട്ട് താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു എങ്കിൽ താങ്കളെ രക്ഷിക്കുവാനും, താങ്കളെ സഹായിക്കുവാനും, താങ്കളെ ശക്തീകരിക്കുവാനും പൊന്നോമന പുത്രനായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തുവിന് കഴിയും. ഗോൽഗത്താ മലയിൽ 3 ആണികൾ കൊണ്ട് കൈകാലുകളെ ബന്ധിച്ച് ആണികൾ അടിക്കുമ്പോൾ ആ കൈകാലുകളിൽ നിന്നുള്ള വേദന താങ്കളുടെ കൈകാലുകളിൽ നിന്ന് താങ്കളുടെ വേദനയ്ക്ക് പരിഹാരമായിരിക്കുന്നു. താങ്കളുടെ ഹൃദയത്തിൻ്റെ വേദനയ്ക്ക് പകരം അദ്ദേഹത്തിൻ്റെ വേദന മുഴുവനും ഹൃദയത്തിൽ വഹിച്ചു. താങ്കളുടെ തലയുടെ വേദനയ്ക്ക് പകരം, മനസ്സിൻ്റെ വേദനയ്ക്ക് പകരം അദ്ദേഹം മുൾക്കിരീടം ചൂടുവാൻ തക്കവണ്ണമിടയായി. ഈ എപ്പിസോഡ് കണ്ട് താങ്കളുടെ ഭാരം നീങ്ങിപ്പോയി എങ്കിൽ, താങ്കളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വന്നു എങ്കിൽ, താങ്കളുടെ കുടുംബ പ്രശ്നം പരിഹരിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ, താങ്കളുടെ ആശുപത്രിയിലെ കിടക്ക താങ്കൾ മാറ്റി വിരിച്ചു എങ്കിൽ, മരണത്തോട് മല്ലടിച്ച് മരിക്കുവാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ എന്ന് എല്ലാവരും വിധിയെഴുതിയെങ്കിൽ, ഈ എപ്പിസോഡ് കാണുന്ന താങ്കളെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അപകടത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ഇഞ്ചോടിഞ്ച് അപകടം വന്നിരിക്കുന്നു എന്ന് താങ്കൾ ഭയപ്പെടുന്നു എങ്കിൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാമോ? ഈ എപ്പിസോഡിലൂടെ താങ്കളുടെ ജീവിതത്തിലെ വരുന്ന മാറ്റങ്ങൾ താങ്കൾ വിളിക്കണം. വിളിച്ചാൽ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. താങ്കൾക്ക് ഇന്ന് മനസ്സുണ്ടോ? താങ്കളുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തിൽ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? എത്രയോ രൂപ, എത്രയോ കാശ് നാം വൃഥാവായി വാരി ചിലവാക്കി കളയുന്നു. താങ്കൾക്കൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുവാൻ കഴിഞ്ഞാൽ താങ്കളുടെ ജീവിതത്തിൽ എത്രയോ സന്തോഷം വരുന്നു. താങ്കളുടെ മനസ്സിന് സന്തോഷം, ഹൃദയത്തിന് സന്തോഷം, താങ്കളുടെ മക്കൾക്ക് സന്തോഷം, താങ്കളുടെ കുടുംബത്തിന് സമാധാനം. അത് വരുന്നില്ലേ? താങ്കൾ ദൈവത്തിന് കൊടുപ്പിൻ. എന്നാൽ താങ്കളെ ദൈവം സ്നേഹിക്കുന്നു. സഹോദര, പ്രിയ സുഹൃത്തെ, താങ്കൾ എത്രയോ കാശ് ഇല്ലായ്മ ചെയ്ത് കളയുന്നു. ഒരു എപ്പിസോഡ് താങ്കൾക്ക് സ്പോൺസർ ചെയ്യാൻ മനസ്സുണ്ട് എങ്കിൽ ഈ ഫോൺ നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണം. എത്രയോ കുഞ്ഞുങ്ങൾ ബാഗ് വാങ്ങിക്കുവാൻ നിവർത്തിയില്ല, കുട വാങ്ങാൻ നിവർത്തിയില്ല. എത്രയോ കുട്ടികൾ ഫീസ് കൊടുക്കുവാൻ കോളേജിൽ, സ്കൂളുകളിൽ ഫീസ് കൊടുക്കുവാൻ നിവർത്തിയില്ല. നാം അവരെ ഒന്ന് കൈ താങ്ങിക്കൂടെ? ഈ എപ്പിസോഡ് കണ്ടിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ സഹോദരിമാർ വിവാഹപ്രായമായിരുന്നിട്ട് അവർക്ക് വിവാഹം നടത്തുവാൻ സാമ്പത്തികമില്ലാതെ നിലവിളിക്കുന്നു. താങ്കൾ ഒരു സഹായം ചെയ്തുകൂടെ? താങ്കളുടെ മനസ്സാക്ഷിക്ക് ദൈവം തരുന്ന സ്നേഹത്തിൻ്റെ ബോധം നൽകുമ്പോൾ താങ്കൾക്ക് സഹായിക്കുവാനായിട്ട് കഴിയും. പ്രിയ സ്നേഹിത, താങ്കളുടെ സഹായത്തിനായി അനേകർ കാത്തിരിക്കുന്നു. താങ്കൾ സഹായിക്കുമെന്ന പ്രത്യാശയിൽ ഞാനുമിതാ പ്രത്യാശ വെച്ച്, ദൈവത്തിൽ ആശ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും, കർത്താവ് നമ്മെ ബലപ്പെടുത്തും, കർത്താവ് നമ്മെ കരുതിക്കൊള്ളും. പ്രാർത്ഥിക്കാം.
സർവശക്തിയുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ സ്നേഹപിതാവേ, ഉന്നതത്തിൽ അധിവസിക്കുന്ന പിതാവേ, ഉയരങ്ങളിൽ പാർക്കുന്ന പിതാവേ, ഉയർന്നു പൊങ്ങി ഭരിക്കുന്ന സിംഹാസനത്തിലിരിക്കുന്ന പിതാവേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പിതാവേ, അഗ്നിജ്വാലയിൽ നടക്കുന്ന പിതാവേ, വാനമേഘത്തിൽ വീണ്ടും വരുന്ന പിതാവേ, കാഹള ധ്വനി മുഴക്കുന്ന പിതാവേ, ഇവിടെ കയറി വരുവീൻ എന്നൊരു മഹാശബ്ദം പുറപ്പെടുവിക്കുന്ന പിതാവേ, ആടുകളെയും കോലാടുകളെയും ചെമ്മരിയാടുകളെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് അങ്ങയുടെ വലത്ത് ഭാഗത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിച്ച് അവകാശമാക്കിക്കൊള്ളുവീൻ എന്നുള്ള വാഗ്ദത്തവുമായി വരുന്ന കർത്താവെ, ഈ എപ്പിസോഡ് കാണുന്ന മുഴുവൻ ജനത്തെയും ദൈവകരങ്ങളിൽ തന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹായമില്ലാതെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന, സഹായത്തിനായി അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, രോഗത്തിൽ നിന്ന് മരുന്ന് വാങ്ങുവാൻ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് കരയുന്ന അനേകം അമ്മമാർ, കുഞ്ഞുങ്ങൾ, കർത്താവേ ഹല്ലേലൂയ, അനേകം പേര് ഉണ്ട്. അവരിൽ നിന്ന് കർത്താവ് രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ, രോഗത്തിന് ഒരു മോചനം കൊടുക്കുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ. കർത്താവെ, അവിടുന്ന് പ്രസാദിക്കണം. അവിടുത്തെ മക്കളോട് മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ആത്മഹത്യകളിൽ നിന്ന് വിടുവിക്കുവാൻ, കുടുംബ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പപ്പ അമ്മ തുടങ്ങി മക്കളും പപ്പയും അമ്മയുമായിട്ടുള്ള വഴക്കുകളിൽ നിന്ന് വിടുവിക്കുവാൻ, അലസചിത്തരായി നടക്കുന്ന മക്കൾക്ക് മോചനം കൊടുക്കുവാൻ പിതാവേ അവിടത്തേക്ക് കഴിയും. ഈ പകൽക്കാലം അങ്ങങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പപ്പ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഈ എപ്പിസോഡ് കണ്ട് അനേകർ തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ കർത്താവെ അറിയിക്കുവാൻ പപ്പ സഹായിക്കണം. ഈ എപ്പിസോഡിലൂടെ ദൈവമക്കളെല്ലാവരെയും സഹായിക്കണം. ഈ എപ്പിസോഡ് കണ്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. മെൻ്റൽ ഹോസ്പിറ്റലിൽ കഴിയുന്ന പ്രിയ സഹോദരങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. പഠിക്കുവാൻ കർത്താവെ കഴിയാതെ മുരടിച്ചു പോകുന്ന അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഗോസ്പൽ ചാനലിനെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണം. അതിൻ്റെ കർത്താവെ ഗോസ്പൽ ചാനൽ നടത്തുന്ന പ്രിയപ്പെട്ട സഹോദരനെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്റ്റാഫുകളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കണം. ഇത് കാണുന്ന എല്ലാവരെയും ഒന്നുകൂടെ അവിടുത്തെ കരൾ തരുന്നു. സകല മഹത്വം പുകഴ്ചയും പങ്കെടുക്കണം, വരവിനായിട്ട് ഒരുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കേൾക്കണം സ്വർഗസ്ഥ സ്നേഹപിതാവേ, ആമേൻ. നിങ്ങൾ വിളിക്കുക, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സഹായങ്ങൾ ഫോൺ വഴി വിളിക്കുക, നമ്പറുകൾ തരാം. നിങ്ങൾ അതിൽ നിങ്ങൾ സഹായങ്ങൾ അയയ്ക്കുക. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കുറ്റിച്ചൽ സോൾ വിന്നിംഗ് ചർച്ച് ഓഫ് ഇന്ത്യയിൽ നിങ്ങൾ ഏതൊരു സഭയിലും പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കുറ്റിച്ചൽ സോൾ വിന്നിംഗ് ചർച്ച് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്കൾ കടന്നു വരുമെന്നുള്ള പ്രത്യാശയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.